ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അടിസ്ഥാന വിവരങ്ങളിലെ അതായത് ഭൂപ്രകൃതി വിഭാഗങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഭൂപ്രകൃതി വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ പലതായിട്ട് തിരിക്കുന്നുണ്ട്. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലം, ദ്വീപുകൾ എന്നിങ്ങനെ തിരിക്കുന്നുണ്ട്. അപ്പം ഉത്തരപർവ്വത മേഖലയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരപർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയത്തെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകളെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹിമാലയത്തെ പറ്റിയിട്ടാണ്. ഓക്കെ, ഹിമാലയത്തെ വീണ്ടും ഹിമാലയത്തില് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മൂന്ന് നിരകള് ഉൾപ്പെടുന്നുണ്ടെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. ഫസ്റ്റ് വൺ ഹിമാദ്രി, സെക്കൻഡ് വൺ ഹിമാചൽ, തേർഡ് വൺ ശിവാലിക് എന്നിങ്ങനെയാണ് ഹിമാലയത്തെ മൂന്നായിട്ട് തിരിക്കുന്നത്. മൂന്ന് നിരകളായിട്ട് തിരിക്കുന്നുണ്ട്: ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം എന്താണ് ഹിമാലയം എന്താണെന്ന് രണ്ടുമൂന്ന് പോയിന്റ്സ്, എക്സാമിന് വരുന്ന പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാലയം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്ന ഹിമാലയം അറിയപ്പെടുന്നുണ്ട്. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്ന ഹിമാലയം അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഹിമാലയം ഒരു മടക്കു പർവ്വതമാണ്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. ഹിമാലയം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് ഹിമാദ്രി എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പറഞ്ഞ ഹിമാലയത്തെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്നല്ലേ. ഇപ്പൊ ഫസ്റ്റ് വണ്ണാണ് ഹിമാദ്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹിമാദ്രിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി. ഓക്കെ, അതുപോലെ തന്നെ ഹിമാലയത്തിന് നട്ടെല്ല് അല്ലെങ്കിൽ ബാക്ക് ബോൺ ഓഫ് ഹിമാലയ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? ഹിമാദ്രിയാണ്. ഹിമാലയത്തിന് നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഏതാണ് അറിയപ്പെടുന്നത്? ഹിമാദ്രിയാണ് ഹിമാലയത്തിന് നട്ടെല്ല് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മഞ്ഞ് മൂടി കിടക്കുന്ന ധാരാളം കൊടുമുടികളാണ് എവിടെ ഉൾപ്പെടുന്നത്? ഹിമാദ്രിയില് ധാരാളം കൊടുമുടികളാണ് ഉൾപ്പെടുന്നത്. ഹിമാദ്രിയില് ധാരാളം കൊടുമുടികളാണ് ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി എന്നിങ്ങനെയുള്ള കൊടുമുടികളൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? ഹിമാദ്രിയിലാണ്. ഹിമാദ്രിയില് കൊടുമുടികളാണ് കാണപ്പെടുന്നത്. ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി. അതുപോലെ തന്നെ ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നുണ്ട്. ഹിമാദ്രിയിൽ എന്താണ് കാണപ്പെടുന്നത്? കൊടുമുടികൾ. ഏതൊക്കെയാണ്? മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി അങ്ങനെയുള്ള കൊടുമുടികളൊക്കെ കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഹിമാചലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഹിമാചലാണ്. ഹിമാദ്രിയുടെ തെക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഹിമാചല്. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ഹിമാചല് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഹിമാചലിന്റെ മറ്റൊരു നെയിമാണ് ലെസ്സർ ഹിമാലയ എന്നാണ് ഹിമാചൽ അറിയപ്പെടുന്നത്. ലെസ്സർ ഹിമാലയ എന്നും ഹിമാചൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് കാണുന്നത്? സുപ്രസിദ്ധമായിട്ടുള്ള സുഖവാസ കേന്ദ്രങ്ങളൊക്കെ കാണപ്പെടുന്നത് ഹിമാചലിലാണ്. ഹിമാദ്രിയിൽ എന്തായിരുന്നു? കൊടുമുടികളൊക്കെ ആയിരുന്നു അല്ലെ. അപ്പൊ നെക്സ്റ്റ് ഹിമാചലിൽ എന്താണ് കാണപ്പെടുന്നത്? സുഖവാസ കേന്ദ്രങ്ങളൊക്കെയാണ്. ഇപ്പൊ 2-3 സുഖവാസ കേന്ദ്രങ്ങളുടെ നെയിംസും കൂടെ പറയാം. ഡൽഹൌസി, ഷിംല, ഡാർജിലിംഗ്, അതുപോലെ തന്നെ മസൂറി ഇങ്ങനെയുള്ള സുഖവാസ കേന്ദ്രങ്ങളൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള ഹിമാചലിലാണ് കാണപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ശിവാലിക്കാണ്. ഓക്കെ, ശിവാലിക് എന്ന് പറഞ്ഞിരിക്കുന്ന ഹിമാലയത്തിന്റെ ഏറ്റവും ലാസ്റ്റത്തെ നിരയാണ് ശിവാലിക്. ഹിമാചലിന് തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ്. അതായത് ഹിമാചലിന് തെക്കു ഭാഗത്തായിട്ടാണ് ശിവാലിക് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയാണ് ഡൂൺസുകൾ ഡൂണുകളൊക്കെ കാണപ്പെടുന്നത്. എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശിവാലിക്കിലാണ് ഡൂണുകളൊക്കെ കാണപ്പെടുന്നത്. അതായത് ഡൂണുകൾ എന്ന് പറഞ്ഞാല് വി ഷേപ്പിൽ കാണപ്പെടുന്ന താഴ്വരയാണ് നമ്മൾ ഡൂൺസ് എന്ന് പറയുന്നത്. ഡൂണുകളൊക്കെ കാണപ്പെടുന്ന ശിവാലിക്കിലാണ്. വി ഷേപ്പിലുള്ള താഴ്വരയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഡൂണുകൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും വലിയ ഡൂൺ ഏതാണ്? ഡെറാഡൂൺ. ഇതൊക്കെ കാണപ്പെടുന്നത് ശിവാലിക്കിലാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക. ഹിമാദ്രി എന്ന് പറയുമ്പോൾ കൊടുമുടിയൊക്കെയാണ് കാണപ്പെടുന്നത്. ഏതൊക്കെയാണ്? മൗണ്ട് എവറസ്റ്റ്, അതുപോലെ തന്നെ കാഞ്ചൻജംഗ, നന്ദാദേവി ഇതൊക്കെ കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ്. അതുപോലെ തന്നെ ഹിമാചൽ എന്ന് പറഞ്ഞിരിക്കുന്നത് സുഖവാസ കേന്ദ്രമാണ്. ഏതൊക്കെ സുഖവാസ കേന്ദ്രങ്ങളാണ്? ഷിംല, ഡാർജിലിംഗ്, മസൂറി ഇതൊക്കെ കാണപ്പെടുന്ന ഹിമാചലിലാണ്.
ശിവാലിക് എന്ന് പറഞ്ഞാൽ ഡൂൺസ് ഒക്കെ കാണപ്പെടുന്നത്, ഡെറാഡൂൺ ഒക്കെ കാണപ്പെടുന്നത് ശിവാലിക്കിലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന കിഴക്കൻ മലനിരകളാണ്. അതായത് ഉത്തരപർവ്വത മേഖലയ്ക്ക് 3 ഡിവിഷൻസ് വരുന്നുണ്ട്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകള്. ലാസ്റ്റ് വണ്ണാണ് കിഴക്കൻ മലനിരകൾ. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് പറഞ്ഞു പോകാം. കിഴക്കൻ നിരകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുന്നുകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് കിഴക്കൻ മലനിരകള്. പേരൊക്കെയാണെന്ന് നോക്കാം. ഹാസി, ഗാരോ, ജയന്തിയ, പട്കായിബം, നാഗ കുന്നുകൾ, മിസോ കുന്നുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് കിഴക്കൻ മലനിരകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹാസി, ഗാരോ, അതുപോലെ തന്നെ ജയന്തിയ, പട്കായിബം, നാഗ കുന്നുകൾ, മിസോ കുന്നുകളൊക്കെ ഉൾപ്പെടുന്നതാണ് കിഴക്കൻ മലനിരകള്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങള്, അതായത് കിഴക്കൻ മലനിരകൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഏതൊക്കെ ഭാഗങ്ങളാണ് ഉൾപ്പെടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഹാസി, ഗാരോ, ജയന്തിയ, പട്കായിബം, അതുപോലെ തന്നെ നാഗ കുന്നുകള്, മിസോ കുന്നുകൾ എന്നിവയൊക്കെയാണ് കിഴക്കൻ മലനിരകളിൽ കാണപ്പെടുന്നത്. ഹാസി, ഗാരോ, ജയന്തിയ ഒക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? മേഘാലയയിലാണ് ഹാസി, ഗാരോ, ജയന്തിയ കുന്നുകളൊക്കെ കാണപ്പെടുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉത്തരപർവ്വത മേഖലയുമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ.